പോക്കോയുടെ പോക്കോ X6 5G എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഫോണിൻ്റെ ഫീച്ചേഴ്സിനെ പറ്റിയിട്ടുള്ള പല കാര്യങ്ങളും ഇപ്പോൾ പറയാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് പോക്കോ X6 5G എന്ന സ്മാർട്ട് ഫോണിനെ പറ്റിയിട്ടാണ്. ആദ്യം നമ്മൾ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ പോക്കോ X6ൽ 6.6 ഇഞ്ചിൻ്റെ ഫുൾ HD+ ഡിസ്പ്ലേ വന്നേക്കാം. ഇതിൽ അമോലെഡ് ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. പിന്നെ പഞ്ചോൾ ഡിസൈൻ ആയിരിക്കും ഈ ഫോണിൽ വരിക. പഞ്ചോൾ വരിക, ടോപ്പ് സെൻറ്റർ ഭാഗത്തായിട്ടായിരിക്കും. ഡിസ്പ്ലേയിൽ 120 Hz റിഫ്രഷ് റേറ്റും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. പിന്നെ ഫ്ലാറ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആയിരിക്കും ഈ ഫോണിൽ വരിക. 10-bit ഡിസ്പ്ലേ എന്നുള്ള ഫീച്ചറും ഇതിൽ വന്നേക്കാം. ഫോണിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ് വരിക 1000 nits ആയിരിക്കും. പിന്നെ 1920 Hz PWM ഡിമ്മിങ് എന്നുള്ള ഫീച്ചറും ഇതിൽ വന്നേക്കാം. ഇപ്പം പോക്കോ X5ൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അതിലും 120 Hz റിഫ്രഷ് റേറ്റ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്ന അമോലെഡ് ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ എക്സ്ട്രാ ആയിട്ട് 1920 Hz PWM ഡിമ്മിങ് എന്നുള്ള ഫീച്ചറും അതുപോലെ തന്നെ 10-bit ഡിസ്പ്ലേയും വന്നേക്കാം. സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സെൻസർ ആയിരിക്കും ഈ ഫോണിൽ വരിക. പ്രോസസ്സറിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ mediatek dimensity 6080 എന്ന പ്രോസസ്സറായിരിക്കും ഈ ഫോണിൽ വരിക എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഇപ്പം പോക്കോ X5ൽ സ്നാപ്ഡ്രാഗൺ 695 എന്നുള്ള പ്രോസസ്സറാണ് വന്നിട്ടുള്ളത്. അതിൽ നിന്ന് ഇത് വലിയൊരു അപ്ഗ്രേഡ് ആണ് എന്നൊന്നും പറയാൻ പറ്റില്ല. ഈ ഒരു പ്രോസസ്സർ എന്ന് പറയുന്നത് mediatek dimensity 810 എന്ന പ്രോസസ്സറിൻ്റെ ഒരു റീബ്രാൻഡഡ് വെർഷനാണ്. അപ്പം പ്രോസസ്സറിൻ്റെ കാര്യമായിട്ട് വലിയ അപ്ഗ്രേഡ്സ് ഒന്നും ഇതിൽ വരാൻ ചാൻസ് ഇല്ല. 5G സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. LPDDR4Xൻ്റെ റാമും UFS 2.2 സ്റ്റോറേജ് ടൈപ്പും ഈ ഫോണിൽ വരുന്നതായിരിക്കും. 3.5mm mediatek ഈ ഫോണിൽ വരും. പിന്നെ IR ബ്ലാസ്റ്റർ എന്നുള്ള ഫീച്ചർ ഈ ഫോണിൽ വരുന്നതായിരിക്കും. അപ്പം ഈ ഫോൺ റിമോട്ടൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ കഴിയേണ്ടതാണ്. ഇനി ക്യാമറയുടെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ ഡുവൽ ക്യാമറ സെറ്റപ്പ് വന്നേക്കാം. 64 MP മെയിൻ ക്യാമറ സെൻസർ ഈ ഫോണിൽ വരുന്നതായിരിക്കും. പിന്നെ 2 MP ഒരു ഡെപ്ത് സെൻസറും വന്നേക്കാം. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിൽ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് വരാൻ സാധ്യതയില്ല. പോക്കോ X5 5G എന്ന സ്മാർട്ട് ഫോണിൽ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് ഒക്കെ ക്യാമറയിൽ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഫോണിൽ വരാൻ ചാൻസ് ഇല്ല എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഫ്രണ്ടിൽ 16 MP സെൽഫി ക്യാമറയും വന്നേക്കാം. ബാറ്ററിയുടെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ 5000 mAh ബാറ്ററി ഈ ഫോണിൽ വരുന്നതായിരിക്കും. 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടും ഇതിൽ വന്നേക്കാം. Type-C ചാർജിംഗ് പോർട്ടുമായിട്ടായിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ വരിക. പോക്കോ X5 5G എന്ന സ്മാർട്ട് ഫോണിലും ഇതേ ഒരു ബാറ്ററി സെറ്റപ്പും കാര്യങ്ങളൊക്കെ തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പം അതിൽ നിന്ന് കാര്യമായിട്ട് വലിയ അപ്ഗ്രേഡ്സ് ഒന്നും ഇതിൽ വരാൻ ചാൻസ് ഇല്ല. ഇതൊക്കെയാണ് മൊത്തത്തിൽ ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. പിന്നെ പറയേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഇപ്പോൾ അടുത്ത് ചൈനീസ് മാർക്കറ്റിൽ റെഡ്മി നോട്ട് 13 എന്നുള്ള സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു പോക്കോ X6 5G എന്ന സ്മാർട്ട് ഫോൺ ആ ഒരു ഫോണിൻ്റെ ഒരു റീബ്രാൻഡഡ് വെർഷൻ ആയിരിക്കുമെന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ ഒരു കാര്യമുണ്ട്, റെഡ്മി നോട്ട് 13 എന്നുള്ള സ്മാർട്ട് ഫോണിൽ 108 MP മെയിൻ ക്യാമറ സെൻസർ വന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഫോണിലോട്ട് വരുമ്പോൾ 64 MP മെയിൻ ക്യാമറ സെൻസർ ആയിരിക്കും ഇതിൽ വരിക. ബാക്കി ഫീച്ചേഴ്സൊക്കെ ഓൾമോസ്റ്റ് സെയിം ആയിരിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. വിലയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ റെഡ്മി നോട്ട് 13 എന്നുള്ള സ്മാർട്ട് ഫോൺ ചൈനീസ് മാർക്കറ്റിൽ 13,600 രൂപ പ്രൈസ് റേഞ്ചിലാണ് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ഇന്ത്യൻ മാർക്കറ്റിൽ വില കുറച്ചും കൂടി കൂടാൻ ചാൻസ് ഉണ്ട്. എന്നാലും പോക്കോ X5 5G എന്ന സ്മാർട്ട് ഫോൺ ഇപ്പം 15,000 രൂപ പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്. ഈ ഒരു ഫോണും ആ ഒരു പ്രൈസ് റേഞ്ചിലേക്കായിട്ട് തന്നെ ചിലപ്പം ലോഞ്ച് ചെയ്തേക്കാം. ഇപ്പോൾ ഫീച്ചേഴ്സ് നോക്കുമ്പം പോക്കോ X5 ആയിട്ട് കമ്പയർ ചെയ്യുമ്പം ഈ ഫോണിൽ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും കാര്യങ്ങളൊന്നും വരാൻ ചാൻസ് ഇല്ല എന്നുള്ളൊരു കാര്യം വരുന്നുണ്ട്. എന്നാലും ഡിസ്പ്ലേയിൽ 1920 Hz PWM ഡിമ്മിങ് എന്നുള്ള ഫീച്ചറും 10-bit ഡിസ്പ്ലേ എന്നുള്ള ഫീച്ചറൊക്കെ ഈ ഫോണിൽ വന്നേക്കാം. അപ്പം ഈ ഒരു ഫോൺ ചിലപ്പം ഒരു 15,000 രൂപ പ്രൈസ് റേഞ്ചൊക്കെയായിട്ട് തന്നെ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തേക്കാം. എന്നാലും കൺഫർമേഷൻസ് ഒന്നുമില്ല, ജസ്റ്റ് നമ്മുടെ എക്സ്പെക്ടേഷൻ പറഞ്ഞു എന്നേ ഉള്ളൂ. എന്തായാലും പോക്കോയുടെ പോക്കോ X6 5G എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഫോണിൻ്റെ ഫീച്ചേഴ്സിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ നിങ്ങളേത് പ്രൈസിങ്ങിലാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.